ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ നടന്ന ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് ഇന്ത്യ ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങിയിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മത്സരത്തിൻ്റെ 11ാമത്തെ മിനിറ്റിൽ മൊർസാലിൻ നേടിയ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ആ ഒരു ഗോളിന് മറുപടി നൽകാൻ പിന്നീട് ഇന്ത്യക്ക് സാധിക്കാതെ പോവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്വീറ്റ് ആശിഷ് നേഗി ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ പരിശീലകനായ ഖാലിദ് ജമീൽ മത്സരത്തിൽ കാണിച്ച 2 മണ്ടത്തരങ്ങളാണ് ആശിഷ് നേഗി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് ഒന്നാമത്തെ മണ്ടത്തരം, ആദ്യ പകുതിക്ക് ശേഷം നിഖിൽ പ്രഭുവിനെ പിൻവലിച്ചത് വലിയ ഒരു മിസ്റ്റേക്കായിരുന്നു. ഫോർവേഡിലേക്ക് പാസ് നൽകാൻ ശ്രമിച്ചിരുന്ന ഏക മിഡ്ഫീൽഡർ അത് നിഖിൽ പ്രഭു മാത്രമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചത് അദ്ദേഹമായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ കളിച്ചിരുന്ന ഒരു താരത്തെ ഖാലിദ് പിൻവലിക്കുകയായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഒരു തിരിച്ചടിയായി മാറി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പിഴവ്, സനാൻ ഇടത് വിങ്ങിലേക്ക് വന്നതിന് ശേഷം നല്ല രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. മുന്നേറ്റത്തിൽ നല്ല എനർജി കൈവന്നിരുന്നു. പ്രത്യേകിച്ച് നല്ല ഭീഷണികൾ എതിർ ഗോൾ മുഖത്ത് ഉയർത്താൻ ഇടത് വിങ്ങിൽ കളിച്ചിരുന്ന മുഹമ്മദ് സനാന് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഇടത് വിങ്ങിൽ നല്ല രൂപത്തിൽ കളിക്കുന്ന സമയത്താണ് പരിശീലകനായ ഖാലിദ് ജമീൽ സനാനെ വലത് വിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രൈസണെ ഇടത് വിങ്ങിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അത് ഈ ഒരു പരിശീലകൻ ചെയ്ത പിഴവായിരുന്നു. ഇങ്ങനെ 2 മണ്ടത്തരങ്ങളാണ് ഈ പരിശീലകൻ ഇന്നലത്തെ മത്സരത്തിൽ നടത്തിയത് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് വളരെ പരിതാപകരമാണ്. ഗ്രൂപ്പിൽ ഏറ്റവും ഉയർന്ന റാങ്ക് ഉണ്ടായിരുന്ന ടീം അത് ഇന്ത്യയായിരുന്നു. പക്ഷെ ഒരൊറ്റ മത്സരത്തിൽ പോലും ഇതുവരെ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 5 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 3 തോൽവികൾ വഴങ്ങേണ്ടി വന്നു. 2 സമനിലകളും വഴങ്ങി. ഏഷ്യൻ കപ്പിന് യോഗ്യത ലഭിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, ഗ്രൂപ്പിൽ ഒരൊറ്റ മത്സരം പോലും വിജയിക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും അവസാന സ്ഥാനത്താണ് ടീം ഇന്ത്യ ഇപ്പോൾ ഉള്ളത്. അതൊക്കെ നാണക്കേട് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഫിഫ റാങ്കിങ്ങിൽ തങ്ങളുടെ താഴെയുള്ള ടീമുകളോടാണ് ഇന്ത്യക്ക് ഈ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ മാർച്ച് മാസത്തിൽ ഒരു മത്സരം കൂടി ഇന്ത്യക്ക് അവശേഷിക്കുന്നുണ്ട്. എതിരാളികൾ ഹോങ്കോങ് ആണ് വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.